നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അച്ഛൻ ചടങ്ങിന് മുമ്പ് എത്താത്തതില് അവർക്ക് പരിഭവമൊന്നുമില്ലല്ലോ. ചടങ്ങ് കഴിഞ്ഞതിന് തൊട്ടു പുറകെ സുശീലാന്റിയുടെ വെടിക്കെട്ടുണ്ടായതുകൊണ്ടേ ബാക്കിയെല്ലാം എല്ലാരും മറന്നു. ഒരു കണക്കിന് അതെല്ലാം കഴിഞ്ഞ അമ്മ ഇന്ദ്രേട്ടനും പോയ ശേഷം അച്ഛൻ വന്നാൽ നന്നായി. ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അച്ഛനെ ആ സംഭവത്തിൽ പിടിച്ചിടാൻ ഇന്ദ്രേട്ടൻ അമ്മ നോക്കിയേനെ. ആ എങ്കിൽ ഞാനും രഘുവേട്ടനും കയ്യും കെട്ടി നോക്കി നിൽക്കൂ. ഇന്ദ്രേട്ടന്റെ അമ്മയോട് ദയ അത്ര ഷാർപ്പായി പ്രതികരിച്ചതില് അവളോട് ആർക്കും ദേഷ്യമൊന്നുമില്ലല്ലോ അല്ലെ? ആ സത്യം പറഞ്ഞ അത്രയ്ക്കും വേണ്ടായിരുന്നു എന്ന് എനിക്കും അഭിപ്രായമുണ്ട്. ഇന്ദ്രേട്ടൻ പോകുമ്പോഴും അതന്നെ എന്നോട് പറഞ്ഞ. ചേച്ചി, അച്ഛൻ എന്താ നിങ്ങളുടെ കൂടെ ഇങ്ങോട്ട് വരാതിരുന്ന? അച്ഛൻ വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഇന്നിന് വേറെ അങ്ങോട്ട് പോവാനാ? ഇന്ന് ദാസങ്ങളുടെ വീട്ടിൽ റെസ്റ്റ് ചെയ്ത് അങ്കിളും അച്ഛനും കൂടെ നാളെ സച്ചി സാറിന്റെ വീട്ടിലേക്ക് പോകുന്ന പറഞ്ഞത്. സച്ചിയങ്കളും ആന്റിയും ചടങ്ങിനുണ്ടായിരുന്നു. ആ നിന്നെ പ്രത്യേകം അന്വേഷിച്ചു കേട്ടോ. അച്ഛൻ അവരെ അമ്പലത്തിൽ വെച്ച് കണ്ടെങ്കിൽ പിന്നെന്തിനാ നാളെ അവരുടെ വീട്ടിൽ പോകുന്നേ? വീട്ടിൽ പോവാതെ വേറെ ഏതെങ്കിലും ഒരു അന്യ വീട്ടിലാണോ കല്യാണക്കാര്യം തീരുമാനിക്കുന്നത്? നിന്റെയും ഗോകുലിന്റെയും കാര്യം അവിടെ ചെന്ന് ഔദ്യോഗികമായി സംസാരിക്കണ്ടേ മോളെ? അപ്പൊ നാളെയാണോ കല്യാണക്കാര്യങ്ങൾ ഉറപ്പിക്കുന്നത്? നാളത്തെ ചർച്ചയിൽ അവരുടനെ കല്യാണം നടത്തണമെന്ന് നിർബന്ധം പിടിച്ച അച്ഛൻ ചിലപ്പോ സമ്മതിച്ചെന്നിരിക്കും. അങ്ങനെയാണോ? കല്യാണം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് മതിയെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞതാണല്ലോ. നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ അതിനനുസരിച്ച് അവർക്ക് വാക്കു കൊടുക്കൂ. ഈ അമ്പിളി ചേച്ചി നിന്നെ ഇവിടുന്ന് എങ്ങനെയും കെട്ടിച്ചയച്ചേ അടങ്ങുന്നുള്ള വാശിയില്ല. അനിയത്തെ കല്യാണം കഴിച്ച് അയക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു തെറ്റാണോടി? അതും യോഗ്യതയില്ലാത്തൊരുത്തന്റെ കൂടെ ഒന്നും അല്ലല്ലോ, നല്ല അന്തസ്സുള്ള കുടുംബത്തിലേക്കല്ലേ. എന്നാലും കല്യാണം കഴിക്കാൻ സമയമായിന്ന് മഞ്ചാടിക്ക് കൂടി തോന്നുന്നുണ്ട് ചേച്ചി. നീ ഞാനൊക്കെ കല്യാണം കഴിക്കാൻ സമയമായിന്ന് അച്ഛനോട് പറഞ്ഞിട്ടാണോ അച്ഛൻ നമ്മുടെയൊക്കെ കല്യാണം നടത്തി തന്നെ? ആണോ ചീരു? അതെ, ഓരോന്നിനും ഓരോ സമയവും സാഹചര്യവും ഉണ്ട്. അതിനനുസരിച്ച് അച്ഛൻ ഓരോ കാര്യങ്ങൾ നീക്കും. ഇവൾക്ക് കല്യാണത്തിന് സമയം ആയില്ലെങ്കിൽ അത് ജോത്സന പറയേണ്ടത്. ഏതായാലും നാളെ അവര് ഒരു ജോത്സനെ കൂടെ കണ്ടിട്ട് എല്ലാം ഉറപ്പിക്കൂ. നീ വിഷമിക്കണ്ട മഞ്ചാടി. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണമെന്ന് നീ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ അതിനനുസരിച്ചേ എന്തും ചെയ്യുള്ളൂ. അതെ, അമ്പിളി ചേച്ചി എപ്പോഴും ഇങ്ങനെയാണല്ലോ. ചേച്ചിയോടൊന്നും സംസാരിക്കാതിരിക്കുന്നതാ നല്ലത്. വിഷമിക്കണ്ട, ടെൻഷനൊന്നും ആവണ്ട. നമ്മുടെ അച്ഛനല്ലേ, എല്ലാം അച്ഛൻ നോക്കിക്കോളും. സമാധാനായിട്ടിരിക്കെ.